ചിലരൊക്കെ ചില ടാക്ടിക്സുകള് ഭയങ്കര തന്ത്രങ്ങളൊക്കെ മെനഞ്ഞോണ്ട് വന്നായിരുന്നു. ഭയങ്കര തന്ത്രം മെനഞ്ഞോണ്ട് വന്ന ആളെ ഒന്ന് കൈവക്കിയേ. എന്തായിരുന്നു തന്ത്രം പറയും? ഒരു ടൈമിൽ നമ്മൾ ഫിനിഷ് ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടീമിന്റെ പ്ലാൻ. കാരണം ആദ്യത്തെ ആള് വീണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഫിനിഷ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, എന്തെങ്കിലും ഒരു കോയിൻ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് തപ്പിപ്പിടിച്ച് മെല്ലെ. എങ്ങനെയായിരുന്നു തപ്പിപ്പിടിച്ചത്? അത് ഇങ്ങനെ ചെറുതായിട്ട്, അതായത് എന്താ ചെയ്തതെന്നറിയാമോ? വന്നിട്ട് അദ്ദേഹം ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു. അതറിയാം, ആദ്യത്തെ ഫേക്ക് ആയിരിക്കത്തില്ല എന്നുള്ളൊരു ഇതില് അദ്ദേഹം ആദ്യത്തെ വെച്ച് അവിടെ 2 കാലം വെച്ച് നിന്നു. അതിനുശേഷം അടുത്ത ഓരോ കല്ലും അദ്ദേഹം ഇങ്ങനെ തൊട്ടുന്നു. ഭയങ്കര ആടുന്നുണ്ടോ ഇല്ലയോ അത്? ആടുന്നുണ്ടെങ്കിൽ ഇപ്പഴത്തെ സൈഡിലെ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ പറഞ്ഞു ചെയ്യരുത്, അത് ഫൗൾ പ്ലേ ആണ് എന്ന് പറഞ്ഞു. തപ്പി നോക്കിട്ട് കയറുന്ന ഞാൻ ഫൗൾ വിളിക്കും. ഷഫീഖ് അതിൽ ഒരെണ്ണം ചവിട്ടിട്ട് പോവാൻ നോക്കലില്ല. അപ്പൊ അത് പറഞ്ഞ ശേഷം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കാല് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തിരിച്ചെടുത്തിട്ട് അതിൽ അടുത്തതിൽ പോയി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഇറങ്ങി വന്ന് കാലി പിടിച്ച് തറയിടും, മര്യാദയ്ക്ക് അതിൽ നിന്ന് സ്വന്തമായിട്ട് ചാടിയിട്ട് നീന്തി അക്കരെ കയറി പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവിടെ വന്നിട്ടില്ല. ഇല്ല, നമ്മള് നല്ലൊരു കളിയായിരുന്നു കേട്ടോ. ഇത് ആര് പറഞ്ഞു തൊട്ട്? ഞാൻ അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടായില്. അത്രയും പതുക്കെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, സ്പീഡില് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് കയറാനാണ് പറഞ്ഞത്. അതവൻ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി അതിനകത്ത് ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്ത ആരാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് അത് മുഴുമിക്കാൻ പറ്റിയില്ല. മാത്രമല്ല അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതുമില്ല. സൂരജ്. കാര്യം അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമാവധി വേഗതയിൽ പോവുക എന്നുള്ളതാണ്. സൂരജ് ആക്ച്വലി രണ്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ ചാടിപ്പോയി. അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. താഴുന്നതിന് മുമ്പേ അടുത്ത കാല് വെച്ച് പക്ഷെ സൂരജിന് പറ്റിയ സൂരജ് ഷൂസ് ഇട്ടിട്ടില്ലായിരുന്നു. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കാല് സ്ലിപ്പായിട്ട് പോയി. അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് കാണുന്നത്. അല്ല, അതിനുശേഷം അദ്ദേഹം വീണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയപ്പം അദ്ദേഹത്തിന്റെ എല്ല് ഒടിയുന്ന ശബ്ദം അദ്ദേഹത്തിന് കാറിലിരുന്ന് കേട്ടു എന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനത്തെയാണോ? ഒരുപാട് റൂംമേറ്റ്സ് അതിനകത്തുണ്ട്. ഇത് സത്യമാണോ? എല്ല് ഒടിയുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. പലരും കേട്ടി. ബോധം കെട്ടിട്ടില്ലേ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നോ താങ്കൾ? അങ്ങനെ ഇല്ല. എന്റെ അമ്മയെ വിളിച്ച് അറിയിച്ചേക്കണം, എനിക്ക് അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അന്തിമൊഴിയൊക്കെ കൊടുത്തെന്ന് പറയുന്നത്. തരം ബോധമില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കടങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ. എന്തായാലും ശരി, വലിയ കുഴപ്പമൊന്നുമില്ല. സൂരജ്, എന്തായിരുന്നു സംഭവം? നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോവാന്നാണ് വിചാരിച്ചത്. ആൾമോസ്റ്റ് പോയി, പക്ഷെ ചെറുതായിട്ടൊന്ന് മിസ്സായി. അവിടെ ഷൂ ഇല്ലാത്തോണ്ട് ഒന്ന് പാളി, സ്ലിപ്പായി പോയി. അല്ല, അത് മിസ്സായത് ശരിക്കുള്ള സ്റ്റോണിലായിരുന്നോ ഫേക്ക് സ്റ്റോണിലായിരുന്നോ? ശരിക്കുള്ള. റോഷൻ എന്തായിരുന്നു സ്ട്രാറ്റജി എടുത്തിരുന്നത്? അല്ല, ഞാനും വിചാരിച്ചിരുന്നത് ഒന്നിന്ന് വെച്ചിട്ട് ചാടി പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഇത് വേഗതയാണ് ഈ ഒരു ഇതിന് വേണ്ടത്. അപ്പൊ നേരെ അങ്ങോട്ട് പോകണം. ഒരാൾ ഡിസ്ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവാതെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താന്നുള്ള ഒരു സാധനമാണ്. പക്ഷേ റോഷൻ അത്ര ഫാസ്റ്റ് ആയിട്ട് അല്ലല്ലോ പോയെ. അല്ല, ഞാൻ ഇങ്ങനെ മാറിയാ പോയത്. പക്ഷെ ഞാൻ ഷൂ ഇട്ടിരുന്നു. ഷൂ എനിക്കൊരു ഗ്രിപ്പ് കിട്ടുന്ന ഷൂ അല്ല. ഞാൻ അയക്കാൻ വേണ്ടി ചോദിച്ചു. പക്ഷെ ഈ ഒരു ഇഞ്ചുറിയും കൂടി കേട്ടപ്പം നമ്മൾ അത് ചെയ്യേണ്ടി വന്ന്. അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്ന് തട്ടി സ്ലിപ്പായി താഴ്ത്തു വീണു. അല്ല, അതിന്റെയൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ കാർത്തികിന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീം മെമ്പറെ പോലെ പനി പിടിച്ച് വീട്ടിൽ പോയതല്ല, കളിച്ച് പരിക്ക് പറ്റി മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരമായിരുന്നു. അല്ല, കളിയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു സർ. കാര്യം എന്താന്ന് വെച്ചാല് അങ്ങനെ വെള്ളം കണ്ട് പേടിച്ച് പനി പിടിച്ചല്ല ഞങ്ങളുടെ ടീം മെമ്പർ പോയത്. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ സാബുണ്ണന്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെ റൂൾസ് വെച്ചിരിക്കുന്നത് തന്നെ തെറ്റിക്കാനാണെന്ന് സാബുണ്ണൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ള. പക്ഷെ ഞാൻ പുള്ളിയുടെ ഒരു ഡൈഹാർഡ് ഫാനായതുകൊണ്ട് എന്റെ കാർത്തിക്, ഞാൻ ശരിക്കും ഒരു കാര്യം പറയാം, ഈ സാധനത്തിൽ ഒന്നും ഞാൻ വീഴത്തില്ല. ഞാൻ ഇതൊക്കെ കഴിഞ്ഞാണ് ഇതിന്റെ PhD എടുത്ത് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നടത്തുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ സാധനം ഒന്നും എന്റെ അടുത്ത് ഏക്കത്തില്ല കേട്ടോ. ഇല്ല, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ആക്ച്വലി ഫിനിഷ് ചെയ്തത് ഒരേ ഒരാളായിരുന്നു.
ഓഷോ എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജിയിൽ ഓഷോ വിജയം കൈവരിച്ചു. ഓഷോ എന്താണ് തീരുമാനിച്ചത് വന്നപ്പോ? ആക്ച്വലി സ്റ്റോൺസ് കുറച്ച് ഫേക്കും കുറച്ച് ഹാർഡും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വെച്ചേക്കുന്ന വെള്ളത്തിലായതുകൊണ്ട് അതിന്റെ സൈഡിലുള്ള വേവ്സ് ഫിബിൾസ് എന്ന് പറയുന്ന സാധനത്തില് നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഹാർഡിന്റെ അവിടെ ഫോഴ്സ് കുറവും സോഫ്റ്റ് ആയിട്ട് ഇച്ചിരി മൂവ്മെന്റ്സ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. സ്റ്റോൺസ് മൂവ് ചെയ്യോ? സ്റ്റോൺസിന്റെ ചുറ്റുമുള്ള വേവ്സ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കൺ ചെയ്തിട്ട് പെട്ടെന്നുള്ള ഒബ്സർവേഷനിലാണ് ഞാൻ മൂവ് ചെയ്തത്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ